ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതാണ് നമ്മുടെ ഉത്സാഹം, ജീവിതം, ശക്തി എന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലെ വിലയേറിയ സത്യങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഊർജ്ജസ്വലതയും ഉത്സാഹമൊക്കെ തീർച്ചയായിട്ടും വരും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങൾ അതിന് വളരെ പ്രയോജനമായിട്ട് തീരട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിച്ച് ആരംഭിക്കാം. സദൃശവാക്യങ്ങൾ 11-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. പരിപാലനമില്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. അപ്പോൾ ജനത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? പരിപാലനം വേണം. പരിപാലനമില്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ പരിപാലനം ഉള്ളിടത്ത് പുരോഗതിയുണ്ട്, രക്ഷയുണ്ട്. ഈ പരിപാലനം എന്ന വാക്ക് മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം കൗൺസിലിങ്, ഡിറക്ഷൻ തുടങ്ങിയ വാക്കുകളൊക്കെയാണ്. ആലോചന, മാർഗനിർദ്ദേശം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെയാണ്. അപ്പം എന്താ സദൃശവാക്യകാരൻ പറയുന്നത്? മാർഗനിർദ്ദേശം പറയാനും ആലോചന പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ഒക്കെ ആളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ പുരോഗതി ഉണ്ടാവും. കൺഫ്യൂഷനൊക്കെ മാറി കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകും. ഇതൊന്നും പറയാനില്ല, സഹോദരന്മാരെല്ലാവരും കൂടി ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് കൈ കഴുകിയാൽ പണി പാളും. അതുകൊണ്ട് സഹോദരന്മാരുടെ ആലോചനയിൽ ഒന്നും ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. അതിനെ ഒന്ന് ഏകോപിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് എത്തിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ സദൃശവാക്യകാരൻ ശലോമോൻ അദ്ദേഹത്തിൻ്റെ വിശദമായിരിക്കുന്ന അനുഭവത്തിലും അതുപോലെ വിശദമായിരിക്കുന്ന അറിവിലും ഒക്കെ അദ്ദേഹം പറയുന്നത്, ഇത് രാജ്യമാണെങ്കിലും കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും എന്താണെങ്കിലും മാർഗനിർദ്ദേശവും ഉപദേശവും നിർദ്ദേശവും ഒക്കെ പറയാനായിട്ട് ആളുകളുണ്ടെങ്കിലേ അതിന് പുരോഗതിയുള്ളൂ, അതിന് അനുഗ്രഹം വരുള്ളൂ. അല്ലെങ്കിൽ അത് പുരോഗതി പ്രാപിക്കില്ല, ഉറപ്പാണ്, അതിന് സംശയമില്ല. ഇപ്പം നമ്മുടെ സഭകളെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു കംപ്ലൈൻറ്റ് തന്നെ, പൊതുവിലല്ല, ഓരോ സഭയിലും അവിടുത്തെ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് തന്നെ, ഞങ്ങളുടെ സഭ അങ്ങ് വളരുന്നില്ല, പുരോഗതി പ്രാപിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തന്നെയാണ് ഈ വർഷം, അതിനു മുമ്പിലത്തെ വർഷത്തെ പോലെയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ ഒന്നുമില്ല. ഇപ്പം നമ്മൾ പറയുന്നത് എവിടുന്നൊക്കെയോ ആരൊക്കെയോ വന്ന് ഇതെല്ലാം ചെയ്തു തരണമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അത് നടപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ നിന്നും ആരും വരാൻ പോകുന്നില്ല, ആകാശത്തു നിന്നൊന്നും പൊട്ടിമുളച്ച് വരാനും പോകുന്നില്ല. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവജനത്തെ ഐശ്വര്യമായി അനുഗ്രഹമായി മുന്നോട്ട് നടത്തുക, നയിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടിയ, ദൈവമക്കൾക്ക് വേണ്ടിയ ആലോചനകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പറയുക. അപ്പോൾ അത് ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം കൊണ്ട് ഒതുങ്ങുമോ? ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് അതിലൊരു കാര്യം മാത്രമാകുന്നുള്ളൂ. പലപ്പോഴും ഞായറാഴ്ചത്തെ പ്രസംഗത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് വന്നു, അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. കല്യാണത്തെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നു, അദ്ദേഹത്തിനൊരു ഉപദേശം കൊടുത്തു. അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നട്ടം തിഴലുന്ന ചില ആളുകൾ വന്ന് അവരെ കരകയറ്റാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പല ഇഷ്യൂസ് സഭയുമായി ബന്ധപ്പെട്ട്, സഭകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സുവിശേഷ വേല, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ദൈവമക്കൾക്ക് പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും ഉപദേശവും നിർദ്ദേശവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ സഭ വളരും, മെച്ചപ്പെടും, മുന്നോട്ട് പോകും. അപ്പം അതിന് വേറെ ആരും ഇനി പുറത്തുനിന്ന് വന്ന് ഇതെല്ലാം ചെയ്ത് ശരിയാക്കി തരണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. ശരിയല്ലേ? ഈ കൗൺസിലിങ്ങിനൊക്കെ ഭാര്യാഭർത്താക്കന്മാർ വരുമ്പോൾ ഭർത്താക്കന്മാരുടെ ഒരു ഡിമാൻഡ്, ഇവളെ ശരിയാക്കി തരണം. ആര് ശരിയാക്കണം? കൗൺസിൽ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് അവളെ ശരിയാക്കി ഇദ്ദേഹത്തിന് കൊടുക്കുക. അപ്പം നിൻ്റെ ജോലി തന്നെയാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ശരിയാക്കി കിട്ടിയാൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം.
അങ്ങനെയല്ല, ഈ പെങ്കൊച്ചിനെ ശരിയാക്കിയെടുക്കുകയും ഈ ഈ പുരുഷന് തുണയായിട്ടിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം തള്ളിക്കളഞ്ഞ് കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്നതുപോലെയാണ് സഭയെ സംബന്ധിച്ച് വരുന്നത്. സഭയെ സംബന്ധിച്ച് പറയുന്നത്, ദൈവം നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ തന്നിട്ടുള്ള, ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പകർന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അവർക്ക് എന്തുണ്ടാകും? പുരോഗതിയും അനുഗ്രഹവും ഐശ്വര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മുടെ ഒരു വലിയ ജോലി എന്ന് പറയുന്നത്, ഈ ആലോചനകളൊക്കെ നമുക്ക് എവിടുന്ന് പ്രാപിക്കേണ്ടത്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കണം, ദൈവം മുമ്പാകെ ഇരിക്കണം. അങ്ങനെ ഈ ആലോചനകളൊക്കെ പ്രാപിച്ച് ജനത്തെ മുന്നോട്ട് നയിക്കാനുള്ളൊരു മനസ്സും ഒരു താല്പര്യവും ഒരു തീരുമാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സങ്കീർത്തനം 78 മനോഹരമായ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. 78-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, 72-ാമത്തെ വാക്യം ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന, ഇസ്രായേലിനെ ദാവീദ് എങ്ങനെയാണ് നയിച്ചതെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് പരമാർത്ഥ ഹൃദയത്തോടെ, ഹാർട്ട് ഓഫ് ഇൻറ്റഗ്രിറ്റി, നല്ല മനസ്സോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ നടത്തി. അത് തൻ്റെ ഗുണമാണ്, തൻ്റെ ക്വാളിറ്റിയാണ്. പിന്നെ ഈ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്തത്? കൈമിടുക്കോടെ എന്ന് പറഞ്ഞാൽ അതാണ് സ്കില്ല്, കഴിവ്. രണ്ടും സമന്വയിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീരണമെങ്കിൽ രണ്ടും വേണം. കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കഴിവ് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നെഗളിച്ചു പോവുകയോ പാപം ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവ് മാത്രം പോരാ, പിന്നെ എന്ത് വേണം? നല്ല മനസ്സ്, സ്വഭാവം നമുക്ക് വേണം. ദൈവത്തോടുള്ള ഭയം, ദൈവത്തിന് മുൻപാകെ വിശുദ്ധിയിലും നിർമ്മലതയിലും നടക്കാനുള്ള ഒരു താല്പര്യം, സത്യസന്ധത, മൂല്യങ്ങൾ, ഇതൊക്കെ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷക്കാരൻ പിറന്നു വീഴുന്നത്. അത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു കാലം കൊണ്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ സംഭവിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് എന്ന് ഒന്നുകിൽ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും ദൈവത്തോട് അടുത്ത് ചെല്ലാനും നമ്മുടെ ശുശ്രൂഷയെ വിലയിരുത്താനും കുറവുള്ളത് എവിടെയാണെന്ന് കണ്ടെത്തി പരിഹരിക്കാനും ഒക്കെയുള്ള നല്ലൊരു അവസരമാണത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് വരികയും അനുഗ്രഹിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല നേതാക്കന്മാരെ അന്വേഷിച്ച് കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ, വിശ്വസ്തരായിരിക്കുന്ന ആളുകൾ, കൈമിടുക്കോടെ നടത്തുന്ന ആളുകൾ, ആലോചന പറയാനായിട്ട് മനസ്സുള്ള ആളുകൾ, സമർപ്പണമുള്ള ആളുകൾ, ഇവരെയൊക്കെ കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അതിന് കമ്മിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ താല്പര്യം എന്ന് പറയുന്ന ആരെങ്കിലും വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ശരിയാക്കി ഞങ്ങളെ ഏൽപ്പിച്ചാൽ ബാക്കി കാര്യമൊക്കെ ഞങ്ങൾ ചെയ്യാം. അങ്ങനെയല്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള പരിശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ നടത്തുന്ന സമയത്ത് ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും കേട്ടോ. സഭയുടെ നല്ല കാലം എന്ന് പറയുന്നത് സഭയ്ക്ക് നല്ല നേതാക്കന്മാരുണ്ടാണ്. നല്ല നേതാക്കന്മാർ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല നേതൃത്വം ഉണ്ടായി വരുമ്പോഴാണ് സഭയുടെ നന്മ ആരംഭിക്കുന്നത്, സഭയുടെ പുരോഗതിയും സന്തോഷവും ഒക്കെ ആരംഭിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത് എന്തോരം നേതാക്കന്മാരുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ആവേശം ഉണ്ടാകും, പിന്നെ വീണ്ടും പഴയപടി. എന്നാൽ ശമൂവേൽ എന്ന് പറയുന്ന ദൈവദാസൻ രംഗപ്രവേശനം ചെയ്തതോടുകൂടി ഇസ്രായേലിൻ്റെ സ്ഥിതി മാറി, വളരെ വ്യത്യാസപ്പെട്ടു. വളരെ കൺസിസ്റ്റൻ്റായിട്ട്, കമ്മിറ്റഡായിട്ട്, വിശ്വസ്തയോടുകൂടെ ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിൻ്റെ ആലോചനകൾ പ്രാപിച്ച് താൻ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിനെ ഒരു ശക്തിയായിട്ട് അദ്ദേഹം ഉത്സാഹിപ്പിച്ചെടുത്തു. അതിന് വാളും വടിയും കൊണ്ടൊന്നും അല്ല ചെയ്തത്, ദൈവത്തിൻ്റെ വചനത്താലും പ്രാർത്ഥനയാലുമാണ് താനത് ചെയ്തെടുത്തത്. അതിനുള്ള സാധ്യത നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചർച്ചസിൽ പരാജയങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ശുശ്രൂഷയെ പരാജയങ്ങളുണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടും കമ്മിറ്റ്മെൻറ്റോടും കൂടിയൊക്കെ ചെയ്യുമ്പം
ദൈവം അതിനെ ഉറപ്പായിട്ടങ്ങ് അനുഗ്രഹിക്കും. അതിന് പ്രായമൊന്നും പ്രസക്തമായിരിക്കുന്ന വിഷയമല്ല. ചിലപ്പോൾ ബാലനായിരിക്കും, ചിലപ്പോൾ യുവാവായിരിക്കും, ചിലപ്പോൾ വൃദ്ധനായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. ആ ഒരു കാഴ്ചപ്പാടും സമർപ്പണമൊക്കെ വന്ന് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നന്മയൊക്കെ അതിൻ്റെ മേൽ തീർച്ചയായിട്ടും വരും. അപ്പോസ്തലനായ പൗലോസ് എന്നാ പറഞ്ഞു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്താണ്? നിങ്ങൾ ആകെപ്പാട് ചുറ്റിപ്പോകുന്നതാണോ? സമാധാനത്തിൻ്റെ ദൈവം കൂടെയിരിക്കും. സമാധാനത്തിന് ദൈവം കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞൊരു സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, ദൈവം കൂടെ ഇരുന്ന് അത് സംഭവം മെച്ചപ്പെടുത്തും, നന്നാക്കി തരും, ഗുണമാക്കി തീർക്കും. മറ്റാളുകളൊക്കെ കാണുന്ന സമയത്ത് അതിൽ സന്തോഷം വരും, ഉത്സാഹം വരും. അതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് ദൈവം നമ്മളെ ഈ നാളുകളിൽ കൊണ്ടുവരട്ടെ. അതിനുള്ള ഉത്സാഹവും സന്തോഷമൊക്കെ ദൈവം നമുക്ക് ധാരാളം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ മൂപ്പന്മാരെ കുറിച്ചുള്ള പൊതുവിലുള്ള ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം അത് തന്നെ പറയാം. അത് നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, അറിയാവുന്ന കാര്യങ്ങളും പലപ്പോഴായിട്ട് പഠിച്ചിട്ടുള്ളതും ഒക്കെ ആയിരിക്കും. പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, പഠിക്കാത്തവർക്ക് ഇതൊരു പഠിക്കാനുള്ളൊരു അവസരമാണ്. ഇപ്പം ചുരുക്കം കാര്യങ്ങളൊക്കെ ആ നിലയിൽ പറയാം. ഈ മൂപ്പന്മാർ ദൈവസഭയെ നയിക്കുക എന്ന് പറയുന്ന ആശയം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു കാലത്ത്, അല്ലേ? 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. ഈ പൊന്തോസ്, ഗലേഷ്യ, കപ്പദോക്യ, ആസ്യ, ബിദുന്യ എന്നൊക്കെ പറയുന്നത് അതിവിശാലമായ ഒരു ഭൂപ്രദേശമല്ലേ? ഇന്നത്തെ ടർക്കിയുടെ ഭാഗങ്ങളാണ്. അപ്പം ആ ഒരു പ്രദേശങ്ങൾ മുഴുവൻ അഭിസംബോധന ചെയ്ത് പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ എന്ന നിലയിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറയാൻ എന്തായി പറയുന്നത്? അന്ന് ലോകത്തിലെ ഈ എല്ലാ രാജ്യങ്ങളിലും പ്രോവിൻസുകളിലും ദൈവജനത്തിൻ്റെ ഇടയിൽ നിലവിലിരുന്ന ഒരു മാതൃകയുണ്ട് ജനത്തെ നയിക്കാൻ. അത് എന്തിൻ്റെ മാതൃക? അത് മൂപ്പന്മാരുടെ മാതൃകയാണ്. മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾ തദ്ദേശീയമായ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ, ചില സ്ഥലങ്ങളിൽ അച്ഛന്മാർ, ചില സ്ഥലങ്ങളിൽ സുവിശേഷകന്മാർ, ചില സ്ഥലങ്ങളിൽ ആരുമില്ല, ചില സ്ഥലത്ത് പാസ്റ്റർമാർ എന്നൊക്കെ പറയുന്ന രീതി എന്നൊക്കെ പറയുന്ന പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത ആശയങ്ങളാണ്. ഇതൊന്നും ബിബ്ലിക്കൽ ടൈംസിലുണ്ടായിരുന്ന കാര്യങ്ങളോ ദൈവവചനത്തിൻ്റെ പിൻബലമുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അത് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, കുറേ കാലം കഴിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്നതിന് നമ്മളൊരു ന്യായം കണ്ടെത്തും, അത്രയേ ഉള്ളൂ. അത് വേദപുസ്തകം പറയുന്നുണ്ടോ പറയുന്നില്ലോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അപ്പം അതിനെക്കുറിച്ച് ഈ പണ്ഡിതരായിരിക്കുന്ന ആളുകൾ പറയുന്ന, അതിപ്പം ലീഡർഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് ബൈബിളിലൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അവരവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ഒരു നേതൃത്വ രീതി നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നങ്ങ് പറഞ്ഞു കളയും. അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, അതിനുള്ള സ്വാതന്ത്ര്യം ബൈബിളിലുണ്ട്. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ നടത്തട്ടെ, കുറച്ച് സ്ഥലങ്ങളിൽ അച്ഛന്മാർ നടത്തട്ടെ, കുറച്ച് സ്ഥലങ്ങളിൽ ആരും നടത്തണ്ട, കുറച്ച് സ്ഥലങ്ങളിൽ സുവിശേഷം നടത്തട്ടെ, കുറച്ച് സ്ഥലങ്ങളിൽ വേറെ ആരെങ്കിലും നടത്തട്ടെ. അങ്ങനെയല്ലല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? പുതിയ നിയമം വായിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത് ക്ലിയറാണ്. മൂപ്പന്മാർ, സഭ എന്നൊക്കെയുള്ള ആശയങ്ങൾ ഇറ്റ്സ് വെരി ക്ലിയർ, വളരെ വ്യക്തമാണ്, യാതൊരു സംശയത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പം മൂപ്പന്മാരെ ഉപയോഗിച്ച് ഈ സഭകളൊക്കെ നന്നായിട്ട് പോകുമെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവർ, മൂപ്പന്മാരെ ഉപയോഗിച്ച് കർത്താവ് സഭകളെ നയിച്ച കാലത്ത് രാജാക്കന്മാർ പോലും വിശ്വാസം സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ നേതൃത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ലോകത്തെ മുഴുവൻ സ്വാധീനിക്കത്തക്ക നിലയിൽ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശുശ്രൂഷകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ബിബ്ലിക്കൽ ഹിസ്റ്ററി ഈ എൽഡേഴ്സിനെ സംബന്ധിച്ചുണ്ട്. അതൊരു പരാജയമൊന്നുമല്ല, അത് ശരിയായിരിക്കുന്ന രീതിയാണ്. പിന്നെ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പരാജയപ്പെടുന്നതിന് എൻ്റേതായ കാരണങ്ങളുണ്ടല്ലോ, അത് വേദപുസ്തകത്തിൻ്റെ കുഴപ്പങ്ങളല്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഈ മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേശത്തെ അവർ വെട്ടിപ്പിടിക്കും. ദേശം അവരുടെ സ്വാധീനത്തിലേക്ക് വരും, സഭ ശക്തിപ്പെടും, കരുത്താർജിക്കും. അന്ത്യോക്യയിലെ സഭയിൽ നോക്കി, അന്ത്യോക്യയിൽ
5 ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും നല്ല ഗുണം അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇല്ല, ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് അവരോടൊരു ആലോചന പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു, പ്രാർത്ഥിക്കുക പതിവായിരുന്നു, ഉപവസിക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത സമയത്ത് അവരുടെ ഇടയിൽ നല്ലൊരു ശുശ്രൂഷ നടന്നു. ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു പരിപാടിക്ക് ആരംഭം കുറിക്കാൻ ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ചു എന്ന് നമ്മൾ പറയുമ്പം, പ്രിയമുള്ളവരെ, നമ്മുടെ സഭകൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തതൊക്കെ തെറ്റിപ്പോയി, പാപമായിപ്പോയി, പരാജയമായിപ്പോയി എന്നല്ല. നമ്മൾ പരാജയപ്പെടാതെ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബിബ്ലിക്കൽ വാറൻറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, വചനപ്രകാരമാണ്. പക്ഷേ ആ വചനത്തിൽ പറയുന്നതായിരിക്കുന്ന ശക്തിയും ബലവും ഊർജ്ജവും ഒക്കെ പ്രാപിച്ചെടുക്കുന്നതിൽ നമ്മൾ എവിടെയോ ഫെയിലാകുന്നുണ്ട്. അതിന് വല്ല ലീക്കേജും ഒക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം സഭ അനുഗ്രഹിക്കപ്പെടും, ചർച്ച് വളരും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സ്പീക്കേഴ്സ് ക്ലാസ്സിൽ ഒരു ബ്രദർ ഇങ്ങനെ വന്ന് സംസാരിച്ച, അദ്ദേഹം ഇങ്ങനെ ഈ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ സമയത്ത് പുള്ളി പറയുകയും, വിശ്വാസികൾക്ക് കൃപയും അനുഗ്രഹമൊക്കെ തരാനായിട്ട് ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരുങ്ങുക. പക്ഷെ അത് പ്രാപിച്ചെടുക്കാൻ നമ്മൾ ഒരുങ്ങണ്ടേ? നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാനും അപ്ലൈ ചെയ്യാനും അതിലൂടെയുള്ള ദൈവകൃപ പ്രാപിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വാസികൾക്കില്ലേ? ദൈവത്തിൻ്റെ ദാസന്മാർക്കില്ലേ? ഉണ്ട്. എനിക്ക് ശക്തി ഉണ്ടെങ്കിലല്ലേ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ വിശ്വാസികൾക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് കൃപയുണ്ടെങ്കിലല്ലേ ആ കൃപ പങ്കുവയ്ക്കാൻ പറ്റും. എനിക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിലല്ലേ അത് പങ്കുവയ്ക്കാൻ പറ്റും. എനിക്ക് ആലോചന ഉണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് ഇതൊന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരാജയങ്ങളോ സിസ്റ്റത്തിൻ്റെ പരാജയങ്ങളോ ഒന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളതൊന്നും നന്നായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഉത്സാഹം പ്രാപിച്ചിട്ടില്ല, ഉണർവ് പ്രാപിച്ചിട്ടില്ല, ബലം പ്രാപിച്ചിട്ടില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്ക് ആന്തരികമായിരിക്കുന്ന ഒരു ഉത്സാഹം വരണം, ആത്മീയമായിരിക്കുന്ന ഒരു ബലവും ചൈതന്യവും നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് രാവ് തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടന്ന സുവിശേഷ വേല, കുടുംബ പ്രാർത്ഥന, ഭവന പ്രാർത്ഥന, പിന്നെ എന്താണ് ബൈബിൾ ക്ലാസ്, ക്യാമ്പ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന എനിക്ക് എന്നാ പ്രയോജനമുള്ളത്? എൻ്റെ പിള്ളേർക്ക് എന്നാ പ്രയോജനമുള്ളത്? എനിക്കെന്ത് ഉപകാരമാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ പൊല്ലാപ്പാവും. പ്രിയമുള്ളവരെ, പ്രതിഫലം തരാനായിട്ട് കർത്താവ് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. കർത്താവ് തരും. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് പറഞ്ഞ വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ദൈവം അത് തരും. അപ്പം അതുകൊണ്ട് ദൈവവേലയിൽ നമ്മൾ സമയം ചെലവഴിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം അതിനെ തീർച്ചയായിട്ടും മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. അതിന് പുരോഗതിയും ഒക്കെ വരുത്തി തരാനായിട്ട് ദൈവത്തിന് പറ്റും. അപ്പം അതുകൊണ്ട് എൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രമീകരണം ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ്. പക്ഷേ നല്ല മൂപ്പന്മാരായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള പരിജ്ഞാനവും പാകതയും പക്വതയും ആത്മശക്തിയൊക്കെ പ്രാപിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട്. അത് പ്രാപിച്ചെടുക്കുമ്പം നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ഒത്തിരി പ്രോഗ്രസ് തീർച്ചയായിട്ടും ദൈവം വരുത്തിത്തരും. എൽഡേഴ്സൊക്കെ സ്വയം ഉണ്ടായി വരുമല്ല, അവർ അപ്പോയിൻ്റ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ മൂപ്പന്മാരെ സംബന്ധിച്ച് അവരെ ആക്കി വെച്ചാലും ഇനിയിപ്പോൾ അവരെ ആക്കി വെച്ചില്ലെങ്കിലും ശരി, ഡി ഫാക്ടോ എന്നും ഡി ജൂറെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, ഉത്തരവാദിത്തങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇപ്പം 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വലിയൊരു പ്രസ്താവനയുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചോളൂ. ആദ്യം പറഞ്ഞ് നിങ്ങളെ തന്നെയും, പിന്നെ പറയുന്നത് ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പം ഇതൊരു വലിയ കൽപ്പനയായിട്ടാണ് ദൈവം നമുക്ക് തന്നിരുന്നത്. സഭയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാനും ചില ആളുകളെ സൂക്ഷിക്കുക എന്നല്ല. പിന്നെ എന്താ പറയുന്നത്? ആട്ടിൻകൂട്ടം മുഴുവൻ എല്ലാവരെയും, എല്ലാ സഹോദരന്മാരെയും എല്ലാ സഹോദരിമാരെയും കരുതാനും സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്നെ ഒരു സ്ഥാനത്താക്കി വെച്ചാൽ ഞാൻ ചെയ്യും, അല്ലാതെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയുന്നില്ല. അതിനുള്ളൊരു വിളിയും അതിനുള്ളൊരു ബേർഡനും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും?
നമ്മൾ അതിനൊക്കെ സമയം കണ്ടെത്തും. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്തു വരുമ്പോൾ സഹോദരന്മാർ അത് ശ്രദ്ധിക്കുക. അവർ പറയും, ആളുകൾ പറയും, സഭയിലുള്ള ഇതര വിശ്വാസികൾ, ആ സഹോദരൻ അതിനുള്ള കൃപയുണ്ട്, അതിനുള്ളൊരു വിളിയുണ്ട്, അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം അതൊക്കെ ചെയ്യും എന്നൊരു ചിന്തയിലേക്ക് ഉറപ്പായിട്ടും വരും. അപ്പം ഇവിടെ പറയുന്നത് നിങ്ങളെ തന്നെയും, ഈ എൽഡേഴ്സിൻ്റെ ഒരു വലിയൊരു ജോലി, അവർ ദൈവമക്കളെ സൂക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. തങ്ങളെ തന്നെ സൂക്ഷിക്കണം. തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ അർത്ഥത്തിലും നിങ്ങളെ തന്നെയും, പിന്നെ പറയുന്നത് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. അപ്പം നമ്മെ തന്നെ സൂക്ഷിക്കാൻ അറിയില്ലേ, പിന്നെ നമ്മൾ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അല്ലേ? അതൊരു ചോദ്യമല്ലേ. എനിക്ക് പേഴ്സണൽ ഡിസിപ്ലിൻ ഇല്ല, സഭയെ ഞാൻ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യും? എനിക്ക് പ്രാർത്ഥനയും ധ്യാനവും ഇല്ല, പിന്നെ സഭയെ എങ്ങനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഞാൻ കൊണ്ടുപോകും? എനിക്ക് വ്യക്തിപരമായി ആരാധനയില്ല, പിന്നെ സഭയെ എങ്ങനെ ആരാധനയിലേക്ക് നയിക്കും? എനിക്ക് സുവിശേഷ പ്രവർത്തനങ്ങളില്ല, പിന്നെ ഞാനെങ്ങനെ സഭയെ ആ നിലയിൽ നയിക്കും? ഞാൻ കൊടുക്കുന്ന ഒരു മനുഷ്യനല്ല, പിന്നെ സഭയെ കൊടുക്കാനായിട്ട് എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളുണ്ട്. 100,000 ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ സഹമൂപ്പനോട്, സഹപ്രവർത്തനോട് തുറന്നു പറയാനായിട്ട് തയ്യാറല്ല. പിന്നെ ഞാനെങ്ങനെ ട്രാൻസ്പെറൻസിയെക്കുറിച്ചും ഇൻ്ററാക്ഷനെ കുറിച്ചൊക്കെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കും? അതൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. ഞാനൊരു പ്രബോധനം സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല, പിന്നെ ഞാനെങ്ങനെ പ്രബോധനം കൊടുക്കും? അപ്പോൾ ഈ പ്ലൂറൽ ലീഡർഷിപ്പ്, ഒന്നിലേറെ ആളുകൾ, ഒന്നിലേറെ മൂപ്പന്മാർ ഒരു സഭയിൽ ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരിക്കാനും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ബന്ധങ്ങൾ സൂക്ഷിക്കാനും അന്യോന്യം എൻകറേജ് ചെയ്യാനും കുറവുകളുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനും തിരുത്താനും ഒക്കെ തയ്യാറാകുമ്പോഴല്ലേ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആളുകൾ സ്ട്രോങ് ആയിട്ട് തീരുള്ളൂ. അത് ചില ആളുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ഒരാൾ ബൈബിൾ ക്ലാസ്സിൻ്റെ പുറകെ പോകുന്നു, ഒരാൾ സുവിശേഷ വേലയുടെ പുറകെ പോകുന്നു, ഒരാൾ ഞായറാഴ്ച കയറി വന്ന് ഓൾ ഓഫ് എ സഡൻ മിനിസ്ട്രി ആരംഭിക്കും. ഇതൊന്നും തമ്മിൽ കോർഡിനേഷൻ ഒന്നുമില്ല. ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കില്ല. ഒരുമിച്ചിരുന്ന എന്നാ കുഴപ്പം പറ്റുന്നേ? എന്നാ കുഴപ്പം പറ്റുന്നേ? നന്നായി പോകുന്നുള്ളൊരൊറ്റ കുഴപ്പമുള്ളൂ, വേറെ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അപ്പം അതൊക്കെ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഈഗോയും നമ്മുടെ ഒരു അച്ചടക്കരാഹിത്യവും നമ്മുടെ ഒരു പരിജ്ഞാനക്കുറവും ഒക്കെയാണ് അതിൻ്റെ കാര്യം. അതിലൊക്കെ നമുക്കൊരു വിജയം വരണം. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനും കേൾക്കാനും ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഒരു ഏക ആലോചനയിലേക്ക് വരാനും ഒക്കെ നമ്മൾ ശീലിച്ചെടുക്കണം, നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെ ചെയ്താൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ വളരെ വളരെ മെച്ചപ്പെടും. ഒരു സർവകലാശാല ഒരിക്കലും ലോകത്തിലെ ഏറ്റവും വിജയിച്ച 100 കമ്പനികളുടെ സിഇഒമാരെ കുറിച്ച് പഠനം നടത്തി. എന്നിട്ട് അവർ കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈഗോ പ്രോബ്ലം ഏറ്റവും കുറവുള്ള സിഇഒമാരാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സിഇഒമാർ. ഏറ്റവും കുറച്ച് ഈഗോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഞാൻ പിടിച്ച മുയൽ എന്ന് നമ്മൾ പറയാറുള്ള പ്രശ്നങ്ങളില്ല, ഇനിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു 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 കാഴ്ചപ്പാടിലേക്ക്, ഒരു സന്മനസ്സിലേക്കും സഹോദരന്മാർ വരുമ്പോൾ എന്ത് സംഭവിക്കും? സഭ വളരും. അപ്പസ്തലനായിരിക്കുന്ന പത്രോസും യോഹന്നാനും യെരുശലേമിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് പോയി ചെയ്തു. പൗലോസും തിമോത്തിയോസും ഒരുമിച്ച് പോയി ചെയ്തു. പൗലോസും ശീലാസും ഒരുമിച്ച് യാത്ര ചെയ്തു. പൗലോസും ലൂക്കോസും ഒരുമിച്ച് യാത്ര ചെയ്തു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ, അല്ലേ? പത്രോസിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ പൗലോസ് ചൂണ്ടിക്കാണിച്ചു, ഒരു കുഴപ്പമില്ല, അദ്ദേഹം തിരുത്തിയല്ലോ. അപ്പം ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട. അതാ പൗലോസോട് നിങ്ങളെ തന്നെ ആദ്യം സൂക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലീഡേഴ്സിനെ തമ്മിൽ ആളുകൾ ഭിന്നിപ്പിച്ച് കളയുവേ. ഒരു ചർച്ചിൽ 3-4 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ തന്നെ ഭിന്നിപ്പിച്ച് കളയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. കാരണം ഈ ഭിന്നതയുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ കുറച്ച് നാൾ ഒരു ചർച്ചിൽ എൽഡറായിട്ട് ഇരുന്നിരുന്നു. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് ചില സഹോദരന്മാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും, നമുക്കൊരു പ്രശംസയൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു വരും. ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളൊരു പണി നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്. ഉള്ള കാര്യമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇല്ലാത്ത കാര്യമായിരിക്കും, പക്ഷേ ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തേക്കരുത്. ഒരാൾക്കെതിരെ എൻ്റെ അടുത്ത് വന്ന് പറയരുത്. അതൊക്കെ സാമാന്യ എത്തിക്സിന് യോജിക്കുന്ന ഒരു കാര്യം അല്ല.
അപ്പം നമ്മളിങ്ങനെയൊക്കെയുള്ള ഓരോ ടെംപ്റ്റേഷനിലും ട്രാപ്പുകളിലൊക്കെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുഖത്ത് നോക്കി ബ്രദറെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയാനുള്ള സ്റ്റാൻഡ് നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾ തല കുലുക്കി കൈയടിച്ചു അംഗീകരിച്ചു അതിൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ നമ്മൾ എന്നാ പറയുന്നത്, നമുക്ക് പറയാനുള്ള സ്റ്റാൻഡ് കിട്ടില്ല. അപ്പം അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു മച്യൂരിറ്റിയും ഒരു സ്പിരിച്വൽ വിസ്ഡം ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടത്. ഞങ്ങളുടെ കല്ലൂർക്കാട് പള്ളിയിൽ പണ്ട് ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു. ഈ വികാരിയച്ഛനെ ഇടവക്കാർക്കൊക്കെ പേടിയും ബഹുമാനമായിരുന്നു. അപ്പം അച്ഛൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ആര് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അച്ഛൻ അവരുടെ മുഖത്ത് നോക്കില്ല, ഇങ്ങനെ ഉത്തരത്തേലേക്ക് നോക്കിക്കൊണ്ട് നീ പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് മുഴുവൻ കേൾക്കും. എന്നിട്ട് അങ്ങനെ തന്നെ നിന്ന് ഒരു ആൻസറും പറയും. ഒരു മുഖപക്ഷവും ഇല്ല, ഒരു പ്രത്യേക പരിഗണനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ അങ്ങ് സ്വാധീനിച്ച് നിൻ്റെ പോക്കറ്റിലാക്കിയേക്കാമെന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. വളരെ സ്ട്രെയിറ്റാണ്. പുള്ളി രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ വചനം പഠിച്ചുണ്ടായ കഴിവുകളാണോ എന്നറിയില്ല. എന്തായാലും ശരി, അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പറയുന്നത്, അപ്പസ്തലൻ പറയും നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, എന്നിട്ട് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ആടുകളെ സൂക്ഷിക്കണം. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ആടുകളെ സൂക്ഷിക്കണം. ഈ ആടുകളെ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ആടുകളെ സൂക്ഷിക്കാതിരുന്നാൽ കർത്താവ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കർത്താവ് ചോദിക്കും, അപ്പോഴേ ഇങ്ങനെ 10-25 പേരെയൊക്കെ തന്നായിരുന്നല്ലോ, ഇതിൽ പോയി അവരൊക്കെ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഈ ചർച്ചയിൽ തന്നെ എല്ലാവരും ഉണ്ടോ? ഉത്സാഹത്തിലാണോ? അവരൊക്കെ വല്ല വചനവും വായിക്കുന്നവരാണോ? പുരോഗതി ഉണ്ടോ? ഇവിടുന്ന് പോയോ? പിന്മാറ്റത്തിൽ പോയോ? ഏത് കൂട്ടത്തിൽ പോയി? എവിടെയുണ്ട്? ഇതൊന്നും എനിക്കറിയില്ല. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് മിണ്ടാതെ ഒന്നും പോവില്ല. കർത്താവ് അതിന് കൃത്യമായ ആലോചനകളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമ്മളോട് പറയും. അപ്പം ഈ വാക്യത്തിൽ പറയുന്ന ഒരു വലിയ കാര്യമാണ്. എന്താ പറയുന്നത്? ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. മുഴുവനെയും സൂക്ഷിക്കണം. അപ്പോൾ ഒരു സഭയിൽ 25 പേരെ ഉള്ളെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 50 ഉണ്ടെങ്കിൽ, 100 ഉണ്ടെങ്കിൽ അവരെ മുഴുവനും സൂക്ഷിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? മൂപ്പന്മാർക്കുണ്ട്. ഒത്തിരി സഭകളിൽ പെൺപിള്ളേർ തെറ്റിപ്പോകുന്നുണ്ട്, ഒത്തിരി ചർച്ചസിൽ പോകുന്നുണ്ട്. ആൺപിള്ളേർ പെൺപിള്ളേരെക്കാൾ കൂടുതലാണ് തെറ്റിപ്പോകുന്നത് കമ്പാരിറ്റീവ്ലി. ഓരോ പ്രേമബന്ധങ്ങളിൽ പോയി ചാടുന്നു, അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ പോയി ചാടുന്നു, കല്യാണം കഴിഞ്ഞ് പോകുന്നു. ചില പിള്ളേരൊന്നും കല്യാണത്തിന് ഒരുക്കമല്ല. അങ്ങനെ 100 പ്രശ്നങ്ങൾ. ചില ഫാമിലികളിൽ സഹോദരന്മാർ ആകെ ഡെസ്പറേറ്റാണ്, സഹോദരിമാർ ഒരാത്മഹത്യക്കുള്ളൊരു ശ്രമം നടത്തി എന്നിട്ട് വിജയിക്കാതെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആളുകൾ അങ്ങോട്ട് മറിക്കുന്നു ഇങ്ങോട്ട് മറിക്കുന്നു, ആകെപ്പാട് ഒരു സ്വസ്ഥതയും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ചർച്ചിലെ വിശ്വാസികൾ ആകെപ്പാട് ചിന്നിയവരും കുഴഞ്ഞവരുമായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കവിടെ എന്നാ ചെയ്യാനുള്ള? സഭായോഗം എല്ലാ ആഴ്ചയിലും നടത്തിയാൽ അവസാനം ഒരു ആശീർവാദവും പറഞ്ഞാൽ എല്ലാം ശരിയാവുമോ? അതൊന്നും ശരിയാവില്ല. ആ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ ഇറങ്ങിച്ചെന്ന് അവരുടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരെ സഹായിക്കണം. വ്യക്തിപരമായും കുടുംബങ്ങളായിട്ടും ഒക്കെ അവരെ സഹായിക്കുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്ത് അവരെ പയ്യെ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം, വളർത്തിയെടുക്കണം. ഇതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ ഞായറാഴ്ച സഭായോഗം MC ചെയ്യുന്നതും ഒരു വചനം പറയുന്നതും ഒക്കെ താരതമ്യേന എളുപ്പമുള്ള ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നാലാണല്ലോ ഇത് MC. അപ്പോൾ കുറച്ചു നേരം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ വന്നു സങ്കീർത്തനം വായിക്കണം, പ്രാർത്ഥിക്കണം, പാട്ട് പാടണം, ഇനി സ്തോത്രാഴ്ചയാണ്, പിന്നെ കർത്തൃമേശയാണ്, ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ഒത്തിരി പരിശീലനം ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ എളുപ്പത്തിൽ. എന്നാൽ ഈ സഭയെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക, അതിനെ ഉഷാറായിട്ട് നിലനിർത്തുക, ആത്മീക ആരോഗ്യമുള്ളൊരു കൂട്ടമായിട്ട് വളരുന്ന ഒരു സമൂഹമായിട്ട് ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബദ്ധപ്പാട് പിടിച്ച ഒരു പരിപാടിയാണ്. വളരെ ബദ്ധപ്പാട് പിടിച്ചവർ. അത് ഈ പെൺപിള്ളേർ അവർ എന്താ ഇങ്ങനെ തെറ്റിപ്പോകുന്നതിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു, അതിനെന്നെ ഒരു സൊല്യൂഷൻ. നമ്മുടെ യൂത്ത്സ് ആയിരിക്കുന്ന ആളുകൾ കുറേ പേര് UK പോയി, കുറച്ച് പേര് ഗൾഫിൽ പോയി, കുറച്ച് പേര് കാനഡയിൽ പോയി. ഇത് എവിടെയാണ് എന്നുള്ള ഒരു പിടുത്തവുമില്ല. അവർക്കും പ്രയോജനമില്ല, നമുക്കും പ്രയോജനമില്ല, ഒരു പിടുത്തമില്ല. അവരുമായിട്ട് വല്ല റിലേഷൻഷിപ്പും ഉണ്ടോ? വിളിക്കാറുണ്ടോ? പറയാറുണ്ടോ? അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചർച്ചിനകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. ക്ലാസ് നടത്തി ആരും വന്നില്ല, എവിടെയെങ്കിലും ആർക്കും ഒരു താല്പര്യമില്ല.
അങ്ങനെയൊക്കെ പരിതപിച്ച് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതിനെ വളർത്തിയെടുക്കുക, ഉഷാറാക്കി എടുക്കുക, ആരോഗ്യമുള്ള നിലയിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പം പറയാൻ പോകുന്ന ഒരു കാര്യമാണ് സോര, എല്ലാ ചെറുപ്പക്കാരും നാട് വിട്ടുപോയി, ഞങ്ങളുടെ സഭ വൃദ്ധന്മാരുടെ സഭയായിട്ട് മാറി. ഇനിയിപ്പോൾ ഇത് എത്രയും വേഗം എന്താണ് തീർന്നു പോകുള്ളൂ. ഇവിടെയെങ്കിലും ഈ നാട്ടിലെങ്കിലും ഒരു മനുഷ്യർക്കും താല്പര്യമില്ല, ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ പറയാനാണോ ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങി നോക്കി ആയിരക്കണക്കിന് മനുഷ്യർ നടക്കുന്നു, ചിന്നവരും ചിതറിയവരുമായിട്ട്. പോവുക, പ്രസംഗിക്കുക, അവരെ അകത്ത് കൊണ്ടുവരിക, അവരെ ഡിസൈപ്പിൾ ചെയ്യുക, പഠിപ്പിക്കുക, വളർത്തിയെടുക്കുക. ഇതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നിങ്ങളുടെ ആടുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഉപദേശത്തിൽ തെറ്റിപ്പോകാതെ, ജീവിതത്തിൽ തെറ്റിപ്പോകാതെ അവരെ സൂക്ഷിക്കുകയും വഴി നടത്തുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ നല്ല ഭംഗിയായിട്ട് വളർന്ന് മുതിർന്ന് വരും. ഇത് ചെയ്യാനായിട്ട് നമ്മളങ്ങ് രാവിലെ തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 6 ദിവസം ചെയ്താലും ജോലി പിന്നെയും ബാലൻസ് ഉണ്ടാവും. ജോലി പിന്നെയും ബാലൻസ് ഉണ്ടാകും. ഒരിക്കലും ഒരു ദൈവദാസൻ അർദ്ധരാത്രി കഴിഞ്ഞും ഇങ്ങനെ കട്ടിലിനോട് ചേർന്ന് പായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം വൈഫ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും രാത്രിയായിട്ട് കിടന്നുറങ്ങാൻ വയ്യ, ഇത് എന്തിനാ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ചർച്ചിൽ ഇത്രയും ആളുകളുണ്ട്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ പിന്നെ ഇപ്പം അങ്ങനെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാകുന്നത്? ഇവർക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള സഭകൾ വളരും കേട്ടോ, തീർച്ചയായിട്ടും വളരും. അങ്ങനെ ഒരു പുനർസമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളുകയല്ല, ഇത് ശരിയാകും, ഇത് ശരിയാക്കും അല്ലേ. ഇതൊന്നും ശരിയാവില്ലെന്ന് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരും പൊളിറ്റിക്കൽ ലീഡേഴ്സും മറ്റാളുകളൊക്കെ തീരുമാനിച്ചായിരുന്നു, ഈ രാജ്യങ്ങൾ മുഴുവൻ എന്തായി പോയെന്നെ. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല, രക്ഷപ്പെടില്ല. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ഇനി ശരിയാവില്ല എന്നങ്ങ് തീരുമാനിച്ചായിരുന്നെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു പ്രാവശ്യം തോറ്റു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീണ്ടും ശ്രമിക്കും, ജയിക്കും. അതല്ല നമ്മുടെ ഇതെന്ന് പറയുന്നത്. ആ സഭയിലും പ്രശ്നം, ഈ സഭയിലും പ്രശ്നം, അതുകൊണ്ട് നിനക്ക് എന്നാ കുഴപ്പം? നിന്റെ സഭയിൽ കുഴപ്പം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പരിഹരിച്ചെടുക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം തന്ന അവസരം എന്ന് പറയുന്നൊരു വിലപ്പെട്ട അവസരമായിട്ട് കണക്കാക്കി, ഒരു പ്രഷ്യസ് ബ്ലെസ്സിങ് ആയിട്ട് അതിനെ കണക്കാക്കി, അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നന്നായി പ്രയോജനപ്പെടുത്തുക, നന്നായി ഒരുങ്ങുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ദൈവം നമ്മുടെ ആ ശുശ്രൂഷയെ നന്നായിട്ട് അനുഗ്രഹിക്കും, ദൈവം അതിനെ മാനിക്കും, ദൈവം അതിനെ വളരെ മാനിക്കും. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസനായിരുന്നു മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ ഉണ്ട്, ഒത്തിരി പുസ്തകങ്ങളുണ്ട്, വായിച്ചിട്ടുള്ളവരൊക്കെ കാണും. ഇദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഡോക്ടർമാരിൽ ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കരിയറിൽ നല്ല വിജയം വരിച്ച ഒരു മനുഷ്യനാണ്. ആവറേജ് ആളുകളെ പിടിച്ച് രാജകുടുംബത്തിൻ്റെ ഡോക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യില്ല. അത്ര എഫിഷ്യൻസിയുള്ള പ്രഗത്ഭനായിരിക്കുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കർത്താവ് തൻ്റെ മിനിസ്ട്രിക്ക് വിളിക്കുന്നുണ്ട്, വേലയ്ക്ക് വിളിക്കുന്നുണ്ടെന്നുള്ളൊരു കൺവിക്ഷനൊക്കെ തൻ്റെ ഉള്ളിൽ കിട്ടി. താൻ ആ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചു, മിനിസ്ട്രിക്കായിട്ട് വേർതിരിഞ്ഞു. അത് സെമിനാരിയിലൊന്നും പോയി പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല, സ്വയം വചനം പഠിച്ച് വായിച്ച് വലിയൊരു മനുഷ്യനായിട്ട് തീർന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു ഗ്രാമപ്രദേശത്തൊരു സഭയുണ്ട്, ആ സഭയിലെ ഉത്തരവാദിത്തമാണ് അദ്ദേഹം ആദ്യം ഏറ്റെടുത്തത്. അപ്പോൾ അവിടെ ഒരു 10-60 ആളുകളൊക്കെ ഉണ്ട്. അവിടെയുള്ള ഡീക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആഴ്ചയിലും ഉച്ച കഴിഞ്ഞ് അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് നടത്തുന്ന ഒരു സംഘടനയുണ്ട്. അവരെ ഹയർ ചെയ്യും, അവരോട് വന്ന് ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒക്കെ പറ്റിയ സ്കിറ്റുകൾ, പാട്ടുകൾ ഒക്കെ അവതരിപ്പിക്കാനായിട്ട് വിളിക്കുക. അപ്പോൾ എല്ലാ ആഴ്ചയിലും അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചർച്ചിലെ യൂത്ത്സും ആളുകളും എങ്ങും പോകാതിരിക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ ലോയിഡ് ജോൺസ് ഈ സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് തന്നെ ഈ നാടകക്കാരെ പിരിച്ചുവിട്ടു, പൊക്കോളാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു. ആ ആഴ്ച തൊട്ട് പുള്ളി എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ വേദപുസ്തകം തുറന്നു വെച്ച് നന്നായി വേദപുസ്തക സത്യങ്ങൾ ആളുകളെ ഉപദേശിക്കാനും പ്രസംഗിക്കാനുമായിട്ടും ആരംഭിച്ചു.
ആ വർഷത്തിൻ്റെ അവസാനമായപ്പോഴേക്ക് ആ ചർച്ചിലെ അംഗസംഖ്യ ഡബിളായി. പിന്നീടുള്ളതൊക്കെ വലിയ ചരിത്രമാണ്. ലോകപ്രസിദ്ധനായ ഒരു ദൈവമനുഷ്യനായിട്ട് ദൈവം അദ്ദേഹത്തെ തീർത്തു. അപ്പം നമ്മൾ ഈ ജനത്തെ നയിക്കാനായിട്ട് ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ബൈബിൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആവൂന്നൊക്കെ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നണേന്നും പറഞ്ഞു, പ്രസംഗവും തീർന്നു, ശുശ്രൂഷയും തീർന്നു. ഈ ആളുകൾ എന്നാ ചെയ്യുമെന്ന് ഓർത്തായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പഠിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകനോട്, ഞാൻ തന്നിരിക്കുന്ന ചുരുള് തിന്ന്, നിന്റെ വയറ് നിറയ്ക്ക്, എന്നിട്ട് ഞാൻ അയക്കുന്നിടത്ത് പോയി പ്രസംഗിക്ക്. അങ്ങനെയല്ല പറയുന്നത്. അപ്പം ഇതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഉത്തരവാദിത്തങ്ങൾ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്ന നിലയിൽ മനസ്സിലാക്കി ഒരുങ്ങാനും പഠിക്കാനും അധ്വാനിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ദൈവം ഈ ശുശ്രൂഷയെ മാനിക്കും, ആ സഭയെ അനുഗ്രഹിക്കും, നിങ്ങളെ തന്നെ ഒരു മാതൃകയായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കും, പ്രയോജനപ്പെടുത്തും. വീണ്ടും നമ്മൾ വായിക്കുന്ന സമയത്ത് 1 പത്രോസ് 5-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങളിൽ മൂപ്പന്മാരുടെ മറ്റൊരു ജോലി ഇത് പറയും. നമുക്കൊന്ന് വായിക്കാം. ഇതിനകത്ത് എല്ലാ വാക്കുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 1-2 വാക്കുകൾ നമ്മൾ ശുശ്രൂഷിക്കേണ്ട വിധത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്? മേയിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിർബന്ധത്താലൊന്നുമല്ല, ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവമായി, ഉന്മേഷത്തോടെ, മാതൃകയായി എന്നൊക്കെയുള്ള വാക്കുകൾ ഇവിടെ പറയുന്നുണ്ടല്ലേ. എല്ലാവരും കൂടി അന്ന് ഉച്ച കഴിഞ്ഞിരുന്ന് എൻ്റെ പേര് പറഞ്ഞു, എല്ലാവരും കൈയടിച്ച് എന്നെ ആക്കി വെച്ചു. ഇപ്പം എനിക്ക് ഇട്ടേച്ച് പോകാനും പാടില്ല, ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. വല്ലാത്തൊരു ഗതികേടിലായിപ്പോയി. എന്നെ ചെയ്യുന്നത് അങ്ങനെ ശുശ്രൂഷ ചെയ്യരുത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? വില്ലിങ്ങിലി, മനഃപൂർവ്വം ചെയ്യണമെന്നാണ് പറയുന്നത്. വില്ലിങ്ങിലി. ഇപ്പം ഞാനൊരു വല്ലാത്ത ഗതികേടിലായിപ്പോയി. ഒരു മീറ്റിങ്ങിന് വിളിച്ച് ആരും വരുമോ ഇല്ല. സഹോദരന്മാരെ എന്നെ വിളിച്ച് തന്നെ ഇങ്ങനെ പോണേന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുമുണ്ട്. ഞാനൊരു ഗതികേടിലായിപ്പോയി. ഇതിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ആളുകൾ പറയുന്നത് അങ്ങനെ ചെയ്യണമെന്നാണോ ഈ പറയുന്നത്? അങ്ങനെ ചെയ്യണമെന്നല്ല. വില്ലിങ്ങിലി, മനഃപൂർവ്വമായിട്ട് ചെയ്യാൻ, നന്നായി ചെയ്യാൻ, അനുഗ്രഹമായി ചെയ്യാൻ, ഐശ്വര്യമായി ചെയ്യാനാണ് ഈ പറയുന്നത്. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. നോട്ട് ഫോർ ഡിസോണസ്റ്റ് ഗെയിൻ ബട്ട് ഈഗർലി. അപ്പം ദുരാഗ്രഹത്തോടെയല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നത് നല്ല മനസ്സോടെയാണ്, ഉന്മേഷത്തോടെ. ഈ നന്മ ചെയ്യുന്ന മനുഷ്യർക്കുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ വേഗം തളർന്നു പോകും. ഇങ്ങനെ ചെയ്യുവാണല്ലോ, ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അംഗീകാരമില്ല, പ്രതിഫലമില്ല, പുരോഗതി ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം തളർന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നന്മ ചെയ്യുകയിൽ തളർന്നു പോകരുത്. തളർന്നു പോകരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. പിന്നെ എന്താ പറഞ്ഞത്? തളർന്നു പോകാഞ്ഞാൽ അത് പ്രതിഫലമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പുള്ളി പോകുന്ന ഒരു ചർച്ചിൽ ഒരു കൺവെൻഷൻ നടത്തിയപ്പം 5 ലക്ഷം രൂപയായി. അപ്പോൾ എല്ലാം തന്നെ വിശ്വാസികളാണ്. 99%. അതിൻ്റെ കൂടെ ഒരു 9 കൂടെ ഇട്ടാലും വിശ്വാസികളും അല്ലേ. അതിലെങ്ങനെ കടന്നു പോയവർ കേട്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ പ്രീച്ചേഴ്സിനെ പ്രസംഗിക്കാനായിട്ട് ആളുകളെ വിളിച്ച് വരുത്തി. അപ്പം അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ഒരാളെ വിളിച്ച് പുള്ളി പറഞ്ഞു, എൻ്റെ റേറ്റ് ഇന്നതാണ്, അപ്പോൾ ആ റേറ്റിന് എഗ്രി ചെയ്യുമെങ്കിൽ വരാം. വേറൊരാൾ വിളിച്ച് പറഞ്ഞു, ഞാൻ വൈകിട്ട് AC റൂമിലേ കിടക്കുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ ഈ ബ്രദർ ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് ഒത്തിരി വില കൊടുത്തു വന്ന പുള്ളി ഇതെല്ലാം കണ്ട് ദൈവമേ തന്നതാണെന്ന് വിചാരിച്ച് ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയുടെ അല്ല, അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഗെയിൻ അല്ല, എന്തെങ്കിലും സ്വാർത്ഥമായിരിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകും എന്ന ലക്ഷ്യത്തിലല്ല ശുശ്രൂഷ ചെയ്യേണ്ടതിൻ്റെ താല്പര്യം എന്താണ്? അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് നല്ലതായിരിക്കണം, നല്ല താല്പര്യമായിരിക്കണം, ഉന്മേഷത്തോടെ, സന്തോഷത്തോടെ. ഇത് ദൈവം എന്നെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷയാണ്, ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം ഞാനത് ചെയ്യും എന്ന
ഒരു നിശ്ചയത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യുമ്പം ദൈവം എന്ത് ചെയ്യുമെന്നറിയുക, മിനിസ്ട്രീനെ വളരെ അനുഗ്രഹിക്കും, വളരെ അനുഗ്രഹിക്കും. അങ്ങനെയുള്ള നല്ല മനസ്സ് വേണം, നല്ല കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ നന്നായി ശുശ്രൂഷ ചെയ്ത് നമ്മുടെ ഇടയിൽ നിന്ന് പോയാലും കുറേ കഴിയുമ്പോൾ ആളുകൾ മടങ്ങി വരും. ഈ അടുത്ത നാളിൽ അവിടെ ഒരു സഭയിൽ ഒരു 10-12 സഹോദരന്മാർ മടങ്ങി വരികയാണ്. മടങ്ങി വരുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവിടെ ചെന്നാൽ വളരെ നല്ലതാണെന്ന് വിചാരിച്ച് അവർ പോയത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വളരെ നല്ലതല്ല എന്ന് മാത്രമല്ല, ഇത് വളരെ മോശമാണ്. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സഹോദരന്മാരൊക്കെ എത്ര സ്നേഹമുള്ളവരും എത്ര കരുതലുള്ളവരും എത്ര കൺസിഡറേറ്റ് ആയിട്ടുള്ള, നമ്മളെ പരിഗണിക്കുന്ന, നമ്മളോടും ചോദിച്ച് ആലോചനയൊക്കെ ചോദിച്ച് ചിന്തിച്ച് ഒക്കെ ചെയ്യുന്ന എത്ര നല്ല മനുഷ്യരാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇതുകൊണ്ടുണ്ടായ പ്രയോജനം? ഇതുകൊണ്ടുണ്ടായ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയൊന്നും ആരും പോകരുതെന്നുള്ള ഒരു കാര്യം പഠിച്ചു. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ, നമ്മുടെ ഇടയിലൊക്കെ എന്തോരം ക്യാമ്പുകളൊക്കെ ഉണ്ട്, സഹോദരന്മാരൊക്കെ ഒരുമിച്ച്. നമ്മുടെ ഇടയിലെ ആളുകൾക്ക് ഈ ക്യാമ്പെന്ന് പറയുന്നത് വലിയ കഥയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലുതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട്, സഹോദരന്മാരെന്നോട് പറഞ്ഞ കാര്യമാണ്, അതൊന്ന് പോയി വരുമ്പോൾ ശരിയായിക്കോളും. ഒന്ന് പോയി വരുമ്പോൾ ശരിയാവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വിസ്ഡം ഇല്ല, ദൈവപരിജ്ഞാനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കണ്ടു കേട്ടു, ഒരു വഴക്കുണ്ടായി, ഒരു പോക്ക. പിന്നെ ആ പോക്കിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഒരു പിടുത്തവും ഇല്ല. ഒന്നും ആലോചിച്ചല്ല ആളുകൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മൾ നന്നായി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ല, ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. നന്നായി സഹോദരന്മാർ മിനിസ്റ്റർ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ നന്മ അനുഭവിച്ച ആളുകൾ വീണ്ടും മടങ്ങി വരും. ധൂർത്തപുത്രൻ അതല്ലേ പറഞ്ഞത്? പുള്ളി പറഞ്ഞ വീട്ടിലെ എന്താണ് ജോലിക്കാർ തന്നെ എന്നേക്കാൾ ഡബിൾ മെച്ചമായിട്ടാണ് കഴിയുന്നത്. അപ്പം ഞാനങ്ങ് ചെന്നാലോ? അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു തിരിച്ചറിവ്, ഇതിൻ്റെ ഒരു പ്രായോഗികമായിരിക്കുന്ന വശമെന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുകയല്ല, നമുക്കൊരു മാതൃക കൊടുക്കാനായിട്ടുണ്ട്. ആ മാതൃക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓവർ ദി ഇയേഴ്സ്, കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നിലനിർത്തുന്ന ഒരു മാതൃക. എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റായി എന്നല്ല, പക്ഷെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നേറുന്നുണ്ട്, വളരുന്നുണ്ട്, ഒരു പുരോഗതി എൻ്റെ ജീവിതത്തിലുണ്ട്. അത്രയും പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എനിക്ക് ദൈവം സമാധാനം തന്നു. അന്നത്തേനേക്കാൾ എത്രയോ സമാധാനം ഇന്ന് എനിക്കുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എനിക്ക് ദൈവം സന്തോഷം തന്നു. അതിനേക്കാൾ എത്ര സന്തോഷം ഇന്ന് എനിക്കുണ്ട്. രക്ഷിക്കപ്പെട്ട കാലത്ത് ദൈവം തൻ്റെ വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കി. അതിനേക്കാൾ എന്തോരം എനിക്ക് മനസ്സിലാകാൻ വീണ്ടും അവസരം തന്നു. അത് നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും നമ്മുടെ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ പേഴ്സണൽ പ്രെയർ, നമ്മുടെ ബൈബിൾ സ്റ്റഡി, നമ്മുടെ മിനിസ്ട്രി, ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ, എല്ലാറ്റിലും നമുക്ക് ഒരു മാതൃകയും ഒരു പുരോഗതിയും കൊടുക്കാനായിട്ടുണ്ട്. ഒരു മാതൃക ഇല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നത് എന്താണ്, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യണം. അപ്പം അങ്ങനെ അധ്യക്ഷത ചെയ്യുമ്പം ഈ സഭകളൊക്കെ വളരും, ചർച്ചസൊക്കെ വളരും, സഭകൾ പുരോഗതി പ്രാപിക്കും, സഭകൾ ശക്തിപ്പെടും. ഈ ചില ചർച്ചസിലൊന്നും ചില സഹോദരന്മാർ മൂപ്പന്മാരും അല്ല, ഡീക്കന്മാരും അല്ല, ഒന്നുമല്ല. പക്ഷെ അവരുടെ സാന്നിധ്യം, ഒരു മീറ്റിങ്ങിലുണ്ടല്ലോ, ആളുകൾ വഴിവിട്ടൊന്നൊരു വാക്കുപോലും പറയില്ല. കാരണം ആളുകൾക്ക് പേടിയാണ്. അവർ പേടിയെന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കുമെന്നല്ല, അവരൊരു സ്പിരിച്വൽ ഡിഗ്നിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ ലൈഫ് കൊണ്ട്. അതുകൊണ്ട് പേടി, ആളുകളൊന്നും പറയില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഒരു പ്രസ്താവനയ്ക്കോ ഒരു പരിപാടിക്കോ പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരങ്ങനെയുള്ള ആളുകളല്ല. അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വെയിറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്, അവർ വില കൊടുത്തിട്ടുണ്ട്, അവർ കഷ്ടം സഹിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പോകാനായിട്ട് എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വില്ലിങ്ങിലി ശുശ്രൂഷ ചെയ്യണം, ഈഗർലി ശുശ്രൂഷ ചെയ്യണം, എക്സാമ്പിളുള്ള ആളുകളായിട്ട് ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെയാണ് പറയുന്നത്. ദൈവവചനത്തിൻ്റെ നല്ല ഉപദേഷ്ടാക്കന്മാരാകണമെന്നാണ് നമ്മളോട് പറയുന്നത്. 1 തിമോത്തി 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. അതൊരു വലിയ കാര്യമാണ്.
നമുക്ക് വല്ലപ്പോഴും ഒരു പ്രബോധനം പറയാൻ കുഴപ്പമില്ല. വല്ലപ്പോഴും 3 മാസത്തിലൊരിക്കലൊരു വചന ശുശ്രൂഷ തീർന്നു. ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി കറങ്ങി വരുന്ന ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ ഒരു ലോർഡ് സപ്പറിനെ കുറിച്ചുള്ള ഷെയറിങ്, അത് എന്നെ അധ്വാനമാണെന്ന് വെച്ചാൽ അല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ദൈവവചനത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യർ, അത് അധ്വാനം പിടിച്ച ഒരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ അവരധ്വാനിച്ചാണ് എന്ത് ചെയ്യുന്നത്? വചനം പഠിക്കുന്നതും അത് പ്രസ്താവിക്കുന്നതും. എനിക്ക് സമയമില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു മൂഡ് തോന്നിയില്ല, എന്നാൽ സഹോദരനൊന്ന് പ്രസംഗിച്ചേക്കാവോ എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കുമെന്നല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. വചനത്തിലും ഉപദേശത്തിലും അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന്, ദേ ആർ ലേബറിങ്, അധ്വാനം അധ്വാനിക്കുന്നുണ്ട്. ചർച്ചിലെ ടീനേജേഴ്സിനുള്ള ആളുകൾ, യൂത്ത്സിന് വേണ്ടി, മിഡ് ലൈഫിലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വിഡോസ്, ഏതെല്ലാം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. സീക്കേഴ്സായിട്ടുള്ള ആളുകൾ, സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ, എന്തെല്ലാം നീഡ്സിൽ കിടക്കുന്ന ആളുകൾ. എല്ലാവരുടെയും ആവശ്യം ഒന്നല്ലല്ലോ. എല്ലാം കൂടി ഒരു വചന ശുശ്രൂഷയിൽ നടക്കുമൊന്നുമില്ല. ഒന്നും നടക്കില്ല. ഗൗരവമായ രോഗം ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചുമ്മാ പോയി 1 കിലോ ഓറഞ്ച് മേടിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ അവർക്ക് ആശ്വാസം വരുമോ? ഒന്നും വരില്ലെന്നല്ല, വരും. പക്ഷെ അത്രയും ചെയ്താൽ മതിയോ നമ്മൾ? അപ്പം നമുക്ക് ചെയ്യാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വചനത്തിൽ ലേബർ ചെയ്യണമെന്നാണ് പറയുന്നത്. ലേബർ ചെയ്യണം. ഇപ്പം എല്ലാവർക്കും അതിനുള്ള വരമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും വരം ഒന്നുമല്ല. ചിലർ ഉപദേഷ്ടാക്കന്മാരാണ്, ചിലർ പ്രീച്ചേഴ്സാണ്, ചിലർ പ്രബോധകന്മാരാണ്. അവർക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും എന്ന് വെച്ച് മറ്റുള്ളവർ ചെയ്യണ്ടേ. ഏബിൾ ടു ടീച്ച്, മൂപ്പന്മാരെ കുറിച്ച് പറയുന്നത് വചനം കൈകാര്യം ചെയ്യുന്നതിൽ അവർ സമർത്ഥരായിരിക്കണം എന്നാണ് പറയുന്നത്. സമർത്ഥരായി. ഇനി വചനം കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, പ്രബോധനം, ശാസന, ഗുണീകരണം, തർജ്ജനം, അല്ലേ? അരിപ്പൊടി ഉണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കാം, പിടി ഉണ്ടാക്കാം, നൂൽപ്പൊട്ടുണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലുണ്ട്. വചനം കയ്യിലുണ്ടെങ്കിൽ പ്രബോധനം പറയാൻ, ശാസന പറയാൻ, തർജ്ജനം ചെയ്യാൻ, കറക്ഷൻ വരുത്താൻ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇതൊക്കെ തന്മയത്വത്തോടെ ഭംഗിയായിട്ട് ചെയ്താലല്ലേ ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരേ അളവിൽ ഷർട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇടില്ല. അപ്പം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യർ, അതിന് മനസ്സുള്ള ആളുകൾ. അപ്പം അതിന് സമയം മാറ്റിവെച്ച് ശുശ്രൂഷ ചെയ്യണം, അതിന് സമയമെടുക്കണം. നമ്മളുടെ ചർച്ചസിൽ ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ലോക്കൽ ചർച്ചിൽ നമ്മൾ മാതൃകയുള്ള ആളുകളായിട്ട് ആ സോരൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന ഒരു മാതൃക നമ്മൾ സൃഷ്ടിക്കണം. നമുക്ക് സമയമില്ലായിരുന്നു, പറ്റില്ലായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അതിന് സമയം വേർതിരിച്ച് അങ്ങനത്തെ ജോലികൾ, അധ്വാനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. പ്രിയമുള്ളവർ, അങ്ങനെ ചെയ്യുമ്പം ദൈവം നമ്മുടെ വേലയും ശുശ്രൂഷയൊക്കെ എത്രയോ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പ്രസംഗിച്ചത് ശരിയാണെങ്കിൽ അതിന് മരണമില്ലെന്നാണ് ഹോവാർഡ് ഹെൻട്രിക്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു. ഒരു പ്രസംഗം നന്നായിട്ട് പറഞ്ഞാൽ അതിന് മരണമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേട്ട ആളുകൾ ഒരു നോട്ടൊക്കെ എഴുതിയെടുത്ത് കുറേ മനസ്സിലിട്ടുകൊണ്ട് അവർ പോകും. അവർ വേറെ എവിടെയെങ്കിലും അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയും. പിന്നെ അവർ വേറെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ എന്ന് പറയും, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവർ പറയും എന്ന് പറയും. ഇതിങ്ങനെ ചലിച്ചും പകർന്നും മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കും. മൂപ്പന്മാരുടെ വേറൊരു പ്രധാനപ്പെട്ട ജോലിയാണ് ദേ ആർ മെൻ ഓഫ് പ്രെയർ. പ്രാർത്ഥിക്കുക. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് മനപ്പാടം അറിയെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ദേ വാച്ച് ഔട്ട് ഫോർ യുവർ സോൾസ് എന്നാണ്. ഉറക്കം ഒഴിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ഉറക്കം കളഞ്ഞിട്ടുണ്ടെന്ന്. എന്തിന് ദൈവദാസന്മാർക്ക് സഭയിലെ വിശ്വാസികളെ കീഴ്പ്പെടണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? അവർ നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്ന്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സഭ മൂപ്പന്മാരെയും കൊണ്ട് പോവുകയാണോ അതോ മൂപ്പന്മാർ സഭയെ കൊണ്ട് പോവുകയാണോ? ശുശ്രൂഷക്കാരെ കൊണ്ട് സഭ മുന്നോട്ട് പോവുകയാണോ അതോ സഭ ശുശ്രൂഷകന്മാർ പ്രാർത്ഥനയിൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്? ഏതാ ശരി? രണ്ടും വേണം. അന്യോന്യം താങ്ങായി തണലായിട്ട് നിൽക്കണം. അപ്പം ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത് ഈ ദൈവമനുഷ്യർക്ക് നിങ്ങൾ കീഴ്പ്പെടണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്ലീപ്ലെസ് ആയിട്ട് അനേക മണിക്കൂറുകൾ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുത്ത ഒത്തിരി നന്മകൾ നാം സ്വന്തമായിട്ട് നേടിയെടുത്തു നമ്മൾ ചിന്തിക്കണ്ട. ഏതൊക്കെയോ മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊക്കെയോ മനുഷ്യർ ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാവും പകലും പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പം നമുക്ക് അത്ര പരിചയമില്ലാത്ത ചില സോദരന്മാരും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വളരെ അതിശയമാണ്, സന്തോഷമാണ്, ഒരു വലിയ പ്രോത്സാഹനമാണ്. കാരണം എന്താണ്, അത്രയും ബന്ധമില്ലാത്ത ആളുകൾ പോലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സന്നിധിയിൽ നമ്മളെ കമ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് നമുക്ക് നമ്മുടെ പല മിനിസ്ട്രികളും അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതാണ്, ഒരു കാരണമെന്ന് പറയുന്നതാണ്. പല മൂപ്പന്മാരുടെയും ശുശ്രൂഷകൾ ഭംഗിയാവാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ചുരുക്കമാണ്. ചർച്ചിൽ കാര്യമായിട്ട് പ്രാർത്ഥനയില്ല, സഹസഹോദരന്മാരുടെ പ്രാർത്ഥനയും കാര്യമായിട്ടില്ല, എൻകറേജ്മെൻ്റ് ഇല്ല. പിന്നെ അവരെങ്ങനെ വിജയിക്കും? അപ്പം അതൊരു ചോദ്യമല്ലേ. ഹഡ്സൺ ടൈലർ ചൈനയിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചില പ്രോവിൻസിലുള്ള വേലയ്ക്ക് നല്ല പുരോഗതിയാണ്, ധാരാളം ആളുകൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില പ്രോവിൻസുകളിൽ വേലയ്ക്ക് പുരോഗതി പ്രാപിക്കാൻ പറ്റുന്നില്ല, അത് ഒത്തിരി പ്രോബ്ലംസ് സഫർ ചെയ്യുന്നുണ്ട്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലണ്ടിൽ തിരിച്ച് യാത്ര ചെയ്ത് ടൂറ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചർച്ചിൽ ചെന്നപ്പം ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന പ്രൊവിൻസിലെ വേലയൊക്കെ എങ്ങനെ പോകുന്നു, അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും അവർ ചെയ്യുന്ന ഇടങ്ങളും എല്ലാം ഹഡ്സൺ ടൈലറിന് അറിയാവുന്ന പോലെ തന്നെ അവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് പോകുന്നു, ഞങ്ങൾ അവിടുത്തെ മിനിസ്ട്രി ഓർത്ത് റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ആ ഭാഗത്തെ മിനിസ്ട്രി നന്നായി പോയതിൻ്റെ സീക്രട്ട് പുള്ളിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ചർച്ചസിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപയുള്ള ഒത്തിരി സഹോദരിമാരുണ്ട്. വിധവമാരായിരിക്കുന്ന സഹോദരിമാർ, പ്രായമുള്ള സഹോദരിമാർ, വേറെ അത്യാവശ്യം മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ കുറച്ച് റിട്ടയർമെൻറ്റ് ഇതിലിരിക്കുന്ന പല സഹോദരന്മാർ ഇവരുടെ കയ്യിലൊക്കെ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളൊക്കെ വാട്സാപ്പ് വഴി അല്ലാതെയൊക്കെ അയച്ചു കൊടുത്ത്, സഹോദരിമാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സാധ്യതയെ നമ്മൾ ടാപ്പ് ചെയ്യണം, നമ്മൾ പ്രയോജനപ്പെടുത്തണം, സഹോദരന്മാരുടെ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ദൈവവേലയ്ക്ക് അഭൂതപൂർവമായിരിക്കുന്ന പുരോഗതിയും അനുഗ്രഹവും വരും. അസാധ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുക തന്നെ ചെയ്യും. നടപ്പില്ലാത്ത കാര്യങ്ങളെ ദൈവം നടത്തിത്തരും, അത് നടക്കും. എനിക്കറിയാവുന്ന ഒരു ബ്രദർ, പുള്ളി RSSകാരനായിരുന്നു. അപ്പോൾ RSSൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അടിക്കാനും ഇടിക്കാനും ഒന്നും പോയിട്ടില്ല, വലിയ ധനികരായ മനുഷ്യരാണ്. ഞാൻ ചുരുക്കി പറയാം, അവരുടെ വീട്ടിൽ അവർക്ക് 3 പിള്ളേരാണ്. 2 പിള്ളേരെന്ന് പറയുന്നത് ഗൗരവമായ ഈ സെറിബ്രൽ പ്രോബ്ലമൊക്കെ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വന്നുണ്ടായ ചില കോംപ്ലിക്കേഷൻസ്. തലയൊന്നും നേരെ നിൽക്കില്ല, മിണ്ടില്ല, സംസാരിക്കാൻ പറ്റില്ല, ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ ഈ പിള്ളേരൊക്കെ കുറേ പ്രായമായി, ഇവർ മടുത്തു, ഇവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഈ പിള്ളേർക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല പ്രോബ്ലംസ് ഉണ്ട്, ഇവർക്ക് രാത്രി ഉറക്കവുമില്ല. അപ്പോൾ ഇദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ്, ഞങ്ങൾ ആ കാലത്ത് ആത്മഹത്യ ചെയ്താൽ ഞങ്ങളെ അറിയാവുന്ന എല്ലാവരും പറയാം അത് നന്നായി എന്നേ പറയുള്ളൂ, ഒരു മനുഷ്യൻ പോലും അത് മോശമായിപ്പോയെന്ന് പറയില്ല എന്ന് പറയും. അവസാനം ഇദ്ദേഹം ഇങ്ങനെ പോട്ടയിലൊക്കെ പോയി അവിടെ ചെന്ന് ഈ പിള്ളേരെയൊക്കെ ആയിട്ട് ചെന്ന സമയത്ത് പോട്ടയെ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞു, ഈ പിള്ളേരെയും കൊണ്ട് ഇവിടെ ഇരിക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോക്കുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കൂടി. അപ്പോൾ ഈ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ പുള്ളിക്കൊരു സന്തോഷം. പിന്നെ അദ്ദേഹം സ്വന്തം വീട്ടിലിരുന്നിങ്ങനെ ഒക്കെ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ലാസറിനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം വായിച്ചു. അപ്പം 4 ദിവസമായി ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിന് തോന്നി ഇത് ഒരു കഥയൊന്നുമല്ല, ഇതൊരു സംഭവമാണല്ലോ, ചരിത്രമാണല്ലോ, പുരാണങ്ങളിൽ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ബൈബിൾ തുറന്നു വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പിള്ളേർ എഴുന്നേറ്റ് നടക്കുമെന്നും വേണമെന്നില്ല, പിള്ളേർക്ക് പല പ്രോബ്ലംസ് ഉണ്ട്, ഒന്നും ഇവരുടെ വയറ് ക്ലിയർ ആവില്ല, അതിന് പ്രത്യേക മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തേ അത് ശരിയാവുള്ളൂ, രാത്രി ഉറക്കമില്ല, ഒന്നും കഴിക്കില്ല, കൂടെ ഉണ്ടാകുന്ന ഫിറ്റ്സ്, ഇതെല്ലാം പ്രശ്നം, ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ശരിയാക്കി തന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഒത്തിരി കരയുന്ന ആളാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ബൈബിൾ മുഴുവൻ കണ്ണീര് കൊണ്ട് നിറഞ്ഞ് പിന്നെ പുള്ളി അതൊക്കെ തുടച്ച് കളഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി. പിള്ളേർക്ക് ഉറക്കമില്ല.
അപ്പോൾ ഇദ്ദേഹവും വൈഫും കൂടെ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം നല്ല വെളിച്ചമായിട്ട് എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 12 മണി. ഇവർ വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഉറക്കമില്ലാത്ത ആളുകളാണ്. ഇവർ കിടന്ന് അറിയാതെ അങ്ങൊരു എഴുന്നേറ്റ വഴി വേഗം ഇവർ ഞെട്ടിപ്പോയി. ഇതേ 12 മണിയായോ, പിള്ളേർ എന്നെ എടുക്കണേതെന്ന് നോക്കി കഴിയുമ്പോൾ പിള്ളേർക്കും ഉറക്കം, അവരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയും, അതിനുശേഷം ഈ 2 പിള്ളേരും പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. മൂത്തയാൾക്ക് 16 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 12 മരിച്ചുപോയി. അപ്പോൾ ഈ പിള്ളേരുടെ ഫിറ്റ്സ് അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഈ പിള്ളേർക്ക് വയറിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉറക്ക പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ദൈവത്തോട് ഒരു കാര്യം പോലും ചോദ്യം ചെയ്യുകയോ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എതിര് നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഹി വാസ് സോ കൺവിൻസ്ഡ് അബൌട്ട് ഗോഡ്സ് പവർ, ഹിസ് സഫിഷ്യൻസി. നന്നായിട്ട് മനസ്സിലായി പുള്ളിക്ക്. അപ്പം നമ്മുടെ ഇടയിൽ എത്രയോ ഇഷ്യൂസിൽ എത്രയോ കാര്യങ്ങൾ ദൈവത്തിന് നന്മയും മതിയായ്മയും നമ്മുടെ സഹോദരന്മാർക്ക് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ദേ ആർ വേവറിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വേവ് ചെയ്ത് നിൽക്കുന്ന അതൊക്കെ മാറണം. അതൊക്കെ മാറണം. വി ഷുഡ് ബി മെൻ ഓഫ് പ്രയർ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കണം, ശുശ്രൂഷക്കാർ പ്രാർത്ഥിക്കണം, വിശ്വാസികളും അവരും കൂടെ പ്രാർത്ഥിക്കണം. അതൊക്കെ ചെയ്യണം, പല സമയങ്ങളിൽ അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രിയമുള്ളവരെ, നമുക്ക് വലിയ നന്മകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. യാക്കോബിൻ്റെ ലേഖനം 5:14 എന്താ പറയുന്നത്? എണ്ണ പൂശി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലേലും മൂപ്പന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ജാർഖണ്ഡിലോ മറ്റേ വേല ചെയ്യുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു. അപ്പോൾ അവരവിടുത്തെ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ ഗ്രാമങ്ങൾ കാടുകളുടെയൊക്കെ ഉള്ളിലൊക്കെ അവിടെയൊക്കെ പോവുക എന്ന് പറയുന്നത് 1-2 ദിവസത്തെ യാത്രയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വണ്ടി സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഈ രോഗികളായിട്ടുള്ള ആളുകളെയൊക്കെ ഇവർ പോയി കാണാൻ പോയി പ്രാർത്ഥിക്കും. നമ്മളൊക്കെ രോഗികളുടെ അടുത്ത് എങ്ങനെയാണ് പോയി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചെന്നു 10 മിനിറ്റൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു ചായയൊക്കെ തന്നാൽ കുടിച്ചു, ഹലോ അച്ചായ അമ്മച്ചി എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ചു പ്രാർത്ഥിച്ചു നമ്മളിങ്ങ് പോന്നു. ഇവർ പറയുന്നത് അങ്ങനെയല്ല അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യരെ ആശുപത്രി കൊണ്ടുപോകുക എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ജമ്മത്ത് നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ഉണ്ടായിട്ടേ പോരുള്ളൂ. അല്ലാതെ വേറെ ഒരു സാധ്യതയില്ല. ഹോസ്പിറ്റലില്ല, കൊണ്ടുപോകണമെന്ന് വെച്ചാൽ തന്നെ നടപ്പുള്ള കാര്യമൊന്നുമല്ല. ദൈവം സൗഖ്യം തന്നാലേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയൊക്കെ ആയിട്ട് പരിചയമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. അവൻ കുറേ സമയം മണിക്കൂറുകൾ ഇരുന്ന് എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ സഹോദരന് ഒരു വിടുതൽ കൊടുക്കണം, സഹോദരിക്ക് ഒരു ആശ്വാസം കൊടുക്കണം. പ്രാർത്ഥനയുടെ എഫിക്കസി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ കയ്യിൽ ആ ആയുധം ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നത് ഏത് കോട്ടയും ഇടിപ്പാൻ ശക്തിയുള്ള, ഏത് കോട്ടയും ഇടിക്കാന്നാണ് പറഞ്ഞത്. ഏത് കോട്ടയും, ഇന്ന കോട്ട എന്നൊന്നുമില്ല, എന്തും ഇടിഞ്ഞു പോവും, അത്ര ശക്തമാണ്. പക്ഷേ നമ്മളതങ്ങ് മറന്നു പോവും. നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇതൊക്കെ വലിയ കുഴപ്പങ്ങളാണ്. അപ്പം സഭയുടെ ശുശ്രൂഷക്കാരാകുക എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തിരിക്കുക, അലങ്കാരമായിട്ടിരിക്കുക എന്നുള്ളതൊന്നുമല്ല. അതൊന്നുമല്ല. സഭയുടെ നേതൃത്വ സ്ഥാനത്ത് ശുശ്രൂഷയിൽ, അതിപ്പോൾ മൂപ്പനോ ഡീക്കനോ സുവിശേഷനോ എന്തോ ആകട്ടെ, ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഏത് ലെവലിലാണെങ്കിലും നമുക്ക് ദൈവം ശുശ്രൂഷ ഒരു ഉത്തരവാദിത്വം, അത് ഒരു മിനിസ്ട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിലൂടെ നാം അനുഗ്രഹിക്കപ്പെടും, നാം മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും. ആ ഒരു വിഷൻ നമുക്ക് വേണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, തീർന്നില്ല, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പം അത് അനേക വിശ്വാസികൾക്ക്, ചർച്ചിലുള്ള അനേകർക്ക് അനുഗ്രഹമായിട്ടാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്, ഒരു ബാധ്യതയായിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വിഷനും നമ്മുടെ ഒരു താല്പര്യവും പ്രാർത്ഥനയൊക്കെ അത് തന്നെയായിരിക്കണം. കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കൊരു അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവം എന്നെ ഇടയാക്കണം. എന്നെ ഓർത്ത് ആരെങ്കിലുമൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, നന്ദി പറയാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വ പൂർണ്ണമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ
ദൈവം നമ്മെ പ്രത്യേകിച്ച് ആരും പ്രോത്സാഹിപ്പിച്ചില്ലേലും അംഗീകരിച്ചില്ലേലും സമ്മാനങ്ങൾ തന്നില്ലേലും ഞാനിതൊക്കെ ചെയ്യും, ദൈവം മതിയായവനാണ് എന്ന ഒരു ദർശനവും തീരുമാനവും ഒക്കെ പ്രാപിച്ചത് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.